വലിയൊരു ജനാധിപത്യ മാതൃക ഇവിടെ ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ പൊന്നാനിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ മാതൃക ഈ പൊന്നാനിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട്. ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും വലിയ കോട്ടയായ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റി തന്നെ താങ്കൾക്ക് വലിയ ലീഡ് ലഭിച്ചു. അതെങ്ങനെയാണ് സാധ്യത? ഇത് ഞാനൊരു 2.5 വർഷമായിട്ട് ഇവിടെ ഓരോ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ 2 വർഷം ആയിട്ട് തുടർച്ചയായിട്ട് ഞാനിവിടെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളം നടത്തുന്നുണ്ട്. അത് കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലാണ് ഇത്തവണ നടത്തിയത്. പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അടക്കമുള്ള വിവിധ വേദപണ്ഡിതരടക്കമുള്ള വലിയൊരു ജനസഞ്ചയം ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ തീരദേശത്ത് പലതരത്തിലുള്ള പരിപാടികൾ നടത്തുകയും അവരുടെ ഒരു ജോലി, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം, ഇതൊക്കെയായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചില നയപരമായ വിഷയങ്ങളടക്കം ഞാൻ തീരദേശത്ത് ഉയർത്തിയിരുന്നു. അതിൻ്റെ വലിയൊരു ഗുണഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ലേക്ക് ഷോർ ആശുപത്രിയുടെ ഒരു സ്ത്രീജന്യ രോഗങ്ങൾ, ഒവേറിയൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, യൂട്രസ് റിമൂവൽ, ഇങ്ങനെയുള്ളൊരു സർജിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തി 105 ആളുകളെ നമ്മൾ ശസ്ത്രക്രിയക്ക് സൗജന്യമായി തിരഞ്ഞെടുത്തു. 31 പേരുള്ളത് പൂർത്തിയായി. അത്തരത്തിലുള്ള പരിപാടികൾ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, സ്പോർട്സ് അക്കാദമി രൂപീകരണം, അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മൾ 2.5 വർഷം കൊണ്ട് പൊന്നാനിയിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലമായിട്ട് തീരദേശ വോട്ടുകൾ കിട്ടുന്നു, ഈ അങ്ങാടി വോട്ടുകൾ കിട്ടുന്നു, ഇഴവത്തുരുത്തിയിലെ വോട്ടുകൾ കിട്ടുന്നു, മറ്റ് പഞ്ചായത്തുകളിലൊക്കെയുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തേക്കുള്ള നിഷ്പക്ഷ പൊതുബോധത്തിൻ്റെ വോട്ട് കിട്ടുന്നു. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ്. CPM വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും CPM ഇവിടുത്തെ വലിയൊരു പാർട്ടിയാണല്ലോ പൊന്നാനിയല്ലേ. ഈ ഇങ്ങനെ ഒരുപാട് ജനം വോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് CPM വോട്ട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ല, ഇതിനകത്ത് അടിയൊഴുക്കുകൾ ഉണ്ടായ ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈഴവത്തുരുത്തിയിലൊക്കെ നിങ്ങൾ മുൻവിധി കൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു അടിയൊഴുക്കിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കുക. ഈഴവത്തുരുത്തിയിലപ്പോൾ എന്ത് അടിയൊഴുക്കാണ് ഉണ്ടായത് എന്ന് ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു പൊതുവായൊരു പൊന്നാനിയിലൊരു ഈ എല്ലാ വിഭാഗങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തു നിന്നും ഉണർവുണ്ടായിട്ടുണ്ട്. ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആക്ഷേപം കുറേ കേട്ടു. അല്ല, അതിനകത്ത് കാര്യമില്ലല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഇവിടെ 2 തവണ മത്സരിച്ച് ജയിക്കുമ്പോൾ ഇവിടെ നാട്ടുകാരനായ അജയ് മോഹനായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ അന്നില്ലാത്തൊരു നെറേറ്റീവ് ഇപ്പോഴുണ്ടാകുന്നത് അതിൻ്റെയൊക്കെ ഒരു പൊള്ളത്തരമൊക്കെ പൊന്നാനിയുടെ ജനം തിരിച്ചറിയും. ഞാൻ അത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാൻ പോയിട്ടില്ല. അതിലുപരിയാണ് പൊന്നാനിക്കാരുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയും ജനാധിപത്യ ഉത്ബുദ്ധതയും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സംഭൂചിരാവുകയാണ്. നമുക്ക് നോക്കാം. അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയമൊന്നുമില്ല. അവർ നല്ലൊരു പ്രതിപക്ഷമായിട്ട് അവർ മുന്നോട്ട് വരട്ടെ. അങ്ങനെ നല്ല പൊന്നാനി തിരിച്ചുപിടിച്ച UDF കഴിഞ്ഞ 20 വർഷമായി ഇടതുമുന്നണി തുടരുന്ന തേരോട്ടത്തിന് ബ്രേക്കിട്ട് KP നൌഷാദ് അലിയുടെ മിന്നും വിജയം. LDF കോട്ടകൾ തച്ചു തകർത്താണ് നൌഷാദ് അലിയിലൂടെ UDF പൊന്നാനി തിരിച്ചുപിടിച്ചത്. 14,280 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിനെ പരാജയപ്പെടുത്തിയാണ് നൌഷാദ് അലിയുടെ വിജയം. 2021 P നന്ദകുമാറിന്റെ 17,047 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം മറികടന്നാണ് UDF വിജയം. ഏതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന പൊന്നാനി നഗരസഭ ഇത്തവണ LDFനെ കൈവിട്ടു. LDF വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പൊന്നാനി നഗരസഭയിൽ നൌഷാദ് അലി 1,725 വോട്ടുകൾക്ക് മുന്നിലെത്തി. 6 റൗണ്ടുകളിലായി നടന്ന പൊന്നാനി നഗരസഭയിലെ വോട്ടെണ്ണലിൽ ഒരു റൗണ്ടിൽ മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. തീരദേശ മേഖലയിലും കനത്ത തിരിച്ചടിയാണ് LDFനുണ്ടായത്. 2021 10,000-നടുത്തായിരുന്നു പൊന്നാനി നഗരസഭയിലെ മാത്രം LDF ലീഡ്. മാറഞ്ചേരി, പെരുമ്പടപ്പ്, വെളിയങ്കോട്, ആലങ്കോട്, നന്നമുക്ക് പഞ്ചായത്തുകളിലും UDF വ്യക്തമായ ഭൂരിപക്ഷം നേടി. മാറഞ്ചേരിയിൽ 2,548 വോട്ടിനും ആലങ്കോട് 3,557 വോട്ടിനും നന്നമുക്കിൽ 2,482 വോട്ടിനും UDF ലീഡ് ചെയ്തു. തീരദേശ പഞ്ചായത്തുകളായ വെളിയങ്കോട് 2,481 വോട്ടിനും പെരുമ്പടപ്പിൽ 1,756 വോട്ടിനും UDF മുന്നിൽ നിന്നു. 16 റൗണ്ടുകളിലായി നടന്ന വോട്ടെണ്ണലിൽ ഒരു റൗണ്ടിൽ മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. എഴുപത്തിരുത്തി മേഖല ഉൾക്കൊള്ളുന്ന റൗണ്ടിലായിരുന്നു ലീഡ്. ഇവിടെ 516 വോട്ടിനാണ് LDF ലീഡ് ചെയ്തത്. 3000-ഓളം വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ച റൗണ്ടായിരുന്നു ഇത്.
ഇടതുമുന്നണിക്കെതിരെ ശക്തമായ അടിയൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ ശക്തമായ കോട്ടകളിൽ പോലും വലിയ വിള്ളലുകളുണ്ടായി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPM-നകത്തുണ്ടായ വിഭാഗീയത UDF-ന് അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ട്. തീരദേശത്ത് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് CPM-നുണ്ടായിട്ടുള്ളത്.